ഹലോ ഓൾ. നമ്മളിപ്പോൾ റോബോട്ടിക്സിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വീഡിയോസിൽ. അതേപോലെ തന്നെ ഈ ചാനലിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എംബഡഡ് സിസ്റ്റത്തിനെ പറ്റിയിട്ടും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതിനകത്തുള്ള കുറേ ടെക്നോളജീസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. സോ ഇന്ന് ഈ എംബഡഡ് സിസ്റ്റവും റോബോട്ടിക്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ക്വിക്കായിട്ടൊന്ന് നോക്കാം. മെയിനായിട്ട് ഇപ്പോൾ ഈ ചാനലിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ റോബോട്ടിക്സ്, എംബഡഡ് സിസ്റ്റം, AI. സോ ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഒരു എംബഡഡ് എഞ്ചിനീയറിൻ്റെ ആവശ്യം എന്താണ് റോബോട്ടിക്സിൽ? അല്ലെങ്കിൽ റോബോട്ടിക്സ് എഞ്ചിനീയറും ഒരു എംബഡഡ് എഞ്ചിനീയറും കൂടെ ചേർന്നിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ടോ? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ അതിന് മുമ്പായിട്ട് ഞാനിതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് കമ്പനികളുടെ അവിടെ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ക്വിക്കായിട്ടൊന്ന് നോക്കാം. സോ എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനീഷ്യലി ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു കമ്പനിയുടെ പേര് ഇഗ്നിറ്റോറിയം ടെക്നോളജി സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയായിരുന്നു. ആ കമ്പനിയിൽ ഞാനൊരു എംബഡഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ് ജോയിൻ ചെയ്തത്. പക്ഷേ ആ കമ്പനിയിൽ തന്നെ വേറെ കുറേ മേഖലകൾ, വേറെ കുറേ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ അവിടെ റോബോട്ടിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ AI ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു, VLSI ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും ചില പ്രൊജക്റ്റുകളിൽ ഇതിനകത്തു നിന്നുള്ള ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള പലതരത്തിലുള്ള എഞ്ചിനീയേഴ്സ് ചേർന്നിട്ട് വർക്ക് ചെയ്യേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ റോബോട്ടിക് പ്രൊജക്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ ഒരു എംബഡഡ് സിസ്റ്റം എഞ്ചിനീയർ ഉണ്ടാവും, റോബോട്ടിക് സൈഡിൽ നിന്നൊരു എഞ്ചിനീയർ ഉണ്ടാവും, AI സൈഡിൽ നിന്നൊരു എഞ്ചിനീയർ ഉണ്ടാവും. ഇവരൊക്കെ ചേർന്നിട്ടായിരിക്കും ചിലപ്പോൾ ആ പ്രൊജക്റ്റ് ചെയ്യുന്നത്. സോ ഓരോരുത്തരും അതിനകത്ത് എന്താണ് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ ആവശ്യം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം ഞാൻ പോയൊരു കമ്പനിയായിരുന്നു റോബോട്ട് ബോഷ് എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ അവിടെ കൂടുതലും ഞാൻ ഈ ഓട്ടോമോട്ടീവ് റിലേറ്റഡ് കാര്യങ്ങളിലായിരുന്നു. ഓട്ടോമോട്ടീവ് ECU സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനീസ് ബേസിക്കലി അവരുണ്ടാക്കുന്നത് കാറുകളും അല്ലെങ്കിൽ ട്രക്കുകളും ഒക്കെ ആയിരിക്കും. ഇപ്പോൾ മെഴ്സിഡീസ് ബെൻസ്, ഡെയിംലർ ട്രക്സ്, അല്ലെങ്കിൽ നമ്മുടെ യൂറോപ്പിലെ വേറെ കുറേ OEMs, ഫോർഡ്, അങ്ങനെ കുറേ കമ്പനീസുമായിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാർ ഉണ്ടാക്കുന്ന കമ്പനീസും റോബോട്ടിക്സിലോട്ട് വരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടെസ്ല ആദ്യം വന്നത് അവർ ഒരു കാർ ഉണ്ടാക്കിക്കൊണ്ടാണല്ലോ. ഒരു ഇലക്ട്രിക് വെഹിക്കിളായിരുന്നു അവരുണ്ടാക്കി, ഇലക്ട്രിക് കാറായിരുന്നു അവർ പ്രൊമോട്ട് ചെയ്തിരുന്നത്. അതിനകത്ത് തന്നെ ഓട്ടോണമസ്, ഒരു ഡ്രൈവറിൻ്റെ ആവശ്യമില്ലാതെ ഓടുന്ന കാറുകളൊക്കെയായിരുന്നു ടെസ്ല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ടെസ്ല റോബോട്ടിക്സിൻ്റെ ഒരു വിങ്ങും അവർക്കുണ്ട്, അവർ റോബോട്ടുകളെയും നിർമ്മിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഇഗ്നിറ്റോറിയത്തിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു കമ്പനിയായിരുന്നു അവർ NVIDIA എന്ന് പറയുന്ന ഒരു കമ്പനി. സോ NVIDIA ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയുന്നത് GPUs ആണ്. അവരുടെ ഗെയിമിംഗ് പെർഫോമൻസ് GPUs ഉണ്ടാക്കുന്ന ഒരു കമ്പനി എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ കേരളത്തിൽ ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും അതായിരിക്കും അല്ലേ. അവരുടെ ഇപ്പോൾ നമ്മളൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് വാങ്ങാൻ പോകുമ്പോഴൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട് നോക്കുന്ന ഒരു സാധനമാണ് അതിനകത്തുള്ള ഗ്രാഫിക്സ് കാർഡ് ഏതാണ്. അപ്പോൾ ആ ഗ്രാഫിക്സ് കാർഡ് ഉണ്ടാക്കുന്നത് മിക്കവാറും NVIDIA ആയിരിക്കും, അല്ലെങ്കിൽ AMD പോലുള്ള കമ്പനീസ് ആയിരിക്കും. സോ അവരുടെയും ഒരുപാട് റോബോട്ടിക് വിങ്ങുകളുണ്ട്, അവരുടെ റോബോട്ടിക് പ്രൊജക്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എന്താണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത്, ഈ ബിഹൈൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് ഇവരൊക്കെ ഈ എഞ്ചിനീയേഴ്സ് ഇതിനകത്തോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ബേസിക്കലി ഒരു പ്രൊജക്റ്റിനകത്തൊരു എംബഡഡ് എഞ്ചിനീയറും ഒരു റോബോട്ടിക് എഞ്ചിനീയറും ഒരു AI എഞ്ചിനീയറും എന്തൊക്കെയാണ് ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു റോബോട്ടിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹ്യൂമനോയിഡ് റോബോട്ട് തന്നെ നമുക്ക് എടുക്കാം. സോ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഇതിൻ്റെ ഒരു എംബഡഡ് സൈഡിൽ ഒരു എഞ്ചിനീയർ എന്തായിരിക്കും ഇതിനകത്ത് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ബേസിക്കലി റോബോട്ടിക്സ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, പല തരത്തിലുള്ള എഞ്ചിനീയേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വേണ്ട ഒരു മേഖലയാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിൻ്റെ മെക്കാനിക്കൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യണമെങ്കിൽ ആ ഒരു 3D ഡിസൈനിങ്ങും അതിൻ്റെ മെക്കാനിക്കൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയുന്നതും ആയിട്ടുള്ള ഒരു മെക്കാനിക്കൽ ഡിസൈൻ ചെയ്യാൻ അറിയുന്ന മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് അവിടെ വേണ്ടി വരും. അവരായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഇതിനകത്ത് ഏത് അലോയ്സ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് കൈൻഡ് ഓഫ് മെക്കാനിക്കൽ പാർട്സ് യൂസ് ചെയ്യണം, എത്ര എന്താ പറയുക ടൂത്തുള്ള ഗിയറുകൾ ഇതിനകത്ത് വേണ്ടി വരും. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരിക്കും. സോ ആ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിൻ്റെ ഒരു ആവശ്യം അവിടെ ഉണ്ട്. ആൻഡ് ഇത് ഡിസൈൻ ചെയ്യുന്ന ഒരു ഡിസൈൻ എഞ്ചിനീയറും ആവശ്യം അവിടെ ഉണ്ടാവും. ആൻഡ് ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഓടുന്നത് എന്തിനായിരിക്കും? ഒരു ബാറ്ററി പവറിലായിരിക്കും അല്ലേ. ഒരു നമുക്കൊരിക്കലും അങ്ങനെ ഒരു മൊബൈൽ റോബോട്ടിനെ, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഒരു സഞ്ചരിക്കുന്ന റോബോട്ടിനെ എപ്പോഴും ഒരു സ്ഥലത്ത് പ്ലഗ് ചെയ്തിട്ടും കൊണ്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാനായിട്ട് പറ്റില്ല. അത് ചിലപ്പോൾ കുറേ ഒരു വലിയ ഏരിയയിൽ അങ്ങനെ നടക്കേണ്ട ഒരു സാധനമായിരിക്കും, ചിലപ്പോൾ ഒരു ഡ്രോൺ പോലെ പറക്കേണ്ട ഒരു സാധനമായിരിക്കും. അങ്ങനെ അതിനകത്ത് അതിൻ്റെ ഒരു ഫ്രീഡം ഓഫ് മോഷൻ വളരെ കൂടുതലാണ്. ഒരു വലിയ ഏരിയയിലോട്ട് സ്വയം എന്താ പറയുക സറൗണ്ടിങ്സ് ഒക്കെ സെൻസ് ചെയ്ത് അതിന് സ്വയം ഡിസൈഡ് ചെയ്ത് പോകേണ്ട കുറേ മേഖലകളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ സഞ്ചരിക്കേണ്ട കുറേ പാത്തുകളൊക്കെ ഉണ്ടാവും. ഇവിടെ ഒരു വയർ അതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അതിന് ആ ഒരു സഞ്ചാര ആ ഒരു ഫ്രീഡത്തിനെ, അതിൻ്റെ ആ ഒരു ഫ്രീഡം ഓഫ് മോഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ വയർ. ആ കേബിളിൻ്റെ ലെങ്ത്ത് ചിലപ്പോൾ ഒരു മാറ്റർ ആയിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു ബാറ്ററി ഉണ്ടാവും, ആ ബാറ്ററിയിലായിരിക്കും ഇത് ഓടുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ മെയിനായിട്ട് ഇവിടെ ഒരു എംബഡഡ് എഞ്ചിനീയറിൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരായിരിക്കും ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. ചിലപ്പോൾ അതെങ്ങനെ പ്രവർത്തിക്കണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും അതിനെ ആ ഒരു ബാറ്ററീനെ മോണിറ്റർ ചെയ്യാനും അതിൻ്റെ ഹെൽത്ത് അനലൈസ് ചെയ്യാനും അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു അലേർട്ട് കൊടുക്കാനും അതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കുന്ന ചിലപ്പോൾ എംബഡഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാം. അതിൻ്റെ ആ ഒരു ഹാർഡ്വെയർ ഡിസൈൻ ചെയ്യുന്ന ഒരു എംബഡഡ് ഹാർഡ്വെയർ എഞ്ചിനീയർ ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഒരു ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാക്കണം, അത് ഡിസൈൻ ചെയ്യുന്ന ഒരു എംബഡഡ് ഹാർഡ്വെയർ എഞ്ചിനീയർ ആയിരിക്കാം. അവരായിരിക്കും അപ്പോൾ അതിൻ്റെ PCBs ഒക്കെ ഡെവലപ്പ് ചെയ്ത് അതിനകത്ത് ഏത് കമ്പോണൻറ്റ് വേണമെന്നുള്ളത് മനസ്സിലാക്കി എന്താ പറയുക അതിനകത്തുള്ള ഡിസൈനും അതിൻ്റെ ഡെവലപ്മെൻറ്റും ഒക്കെ ചെയ്യുന്നത്, അതിൻ്റെ സോഫ്റ്റ്വെയറുകൾ എഴുതുന്നത് ഒരു എംബഡഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാം. ആൻഡ് ഇതിൻ്റെ മോട്ടോഴ്സിൻ്റെ കൺട്രോൾസ് ഉണ്ടല്ലേ, അപ്പോൾ ആ മോട്ടോർ കൺട്രോൾ ഏത് വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ചിലപ്പോൾ എംബഡഡ് ഹാർഡ്വെയർ എഞ്ചിനീയർ ആവാം. ആൻഡ് ഇങ്ങനെ ഒരു സെൻസറിനകത്ത് നിന്ന് ഇങ്ങനെ ഒരു സിഗ്നൽ കിട്ടി. സോ ഇതിൻ്റെ കാലിനകത്തുള്ള മോട്ടർ എത്ര റൊട്ടേറ്റ് ചെയ്യണം, സോ ആ റൊട്ടേഷൻ അനുസരിച്ചിട്ടായിരിക്കും ബേസിക്കലി എന്ത് സംഭവിക്കുന്നത്, ഇതിൻ്റെ ആ ഒരു മോഷൻ എത്ര വേണം. ഇപ്പോൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണമെങ്കിൽ ആ മോട്ടറിനെ എത്ര ചലിപ്പിക്കണം, അല്ലെങ്കിൽ എത്ര ഡിഗ്രി അതിനെ മാറ്റേണ്ടി വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടൊരു സോഫ്റ്റ്വെയർ എഴുതേണ്ടി വരും. അപ്പോൾ അത് ചിലപ്പോൾ ഒരു മൈക്രോ കൺട്രോളറിൻ്റെ മുകളിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ബേസിക്കലി ഇതിൻ്റെ മോട്ടേഴ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മൈക്രോ കൺട്രോളർ ഉണ്ടാവാം, ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടാവാം. അപ്പോൾ അത് എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടോപ്പിൽ ഒരു സോഫ്റ്റ്വെയർ എഴുതണം. സോ ആ സോഫ്റ്റ്വെയർ മേ ബി എഴുതിയിട്ടുണ്ടാവുക ഒരു എംബഡഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമുക്കിപ്പോൾ വെറുതെ ഒരു റോബോട്ടിക് സാധനം ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല അല്ലേ, അതിന് ഒരു സ്പെസിഫിക് അപ്ലിക്കേഷൻ വേണം, എന്തെങ്കിലും ഒരു ജോലി അത് ചെയ്യണം. അത് ജോലി ചെയ്യണമെങ്കിൽ അതിന് സ്വയം ചിന്തിക്കാനുള്ളൊരു ക്യാപ്പബിലിറ്റി നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ബോധം അതിന് കൊടുക്കണം, ഒരു ഇൻ്റലിജൻസ് അതിന് കൊടുക്കണം. സോ അതിൻ്റെ അൽഗോരിതംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക ഒരു AI എഞ്ചിനീയർ ആയിരിക്കും. സോ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഒരു ബേസിക് അപ്ലിക്കേഷൻ എടുക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വെയർ ഹൗസ് റോബോട്ടാണെന്ന് വിചാരിക്കുക. അതായത് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കുറേ പാക്കേജസ് ഒക്കെ വന്നിട്ട് അതൊക്കെ റാക്ക് ചെയ്ത് വെക്കുന്ന ഒരു വലിയൊരു വെയർ ഹൗസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ വെയർ ഹൗസിനകത്ത് നിങ്ങളൊരു റോബോട്ടിനെ ഡിപ്ലോയ് ചെയ്യണം. അപ്പോൾ ഈ റോബോട്ട് ചെയ്യേണ്ടത് ഈ വെയർ ഹൗസിലൂടെ സഞ്ചരിച്ചും കൊണ്ട് ഇതിൽ എന്തെങ്കിലും പാക്കേജസ് നിലത്ത് വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അതിനെടുത്തിട്ട് കറക്റ്റ് സ്പോട്ടിലോട്ട് കൊണ്ടുപോയിട്ട് വെക്കണം. സോ ഇതിൻ്റെ ഈ റോബോട്ടിനെ ഡിസൈൻ ചെയ്യുന്നതും ഇതിൻ്റെ മൂവ്മെൻറ്റ്സും ഇതെങ്ങനെ മൂവ് ചെയ്യണം, ഇതിൻ്റെ ഈ ഒരു വെയർ ഹൗസിൻ്റെ മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതും ഇതിനെ ഓട്ടോണമസ് ആക്കുന്നതും ഒക്കെ എന്തായിരിക്കും, ഒരു റോബോട്ടിക് എഞ്ചിനീയർ ആയിരിക്കും. ഓക്കെ, ആ റോബോട്ടിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പല ഇതിനകത്ത് കുറേ ടെക്നോളജീസ് നമ്മൾ ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ സ്ലാം എന്ന് പറയുന്നൊരു ടെക്നോളജി ഉപയോഗിക്കും. അതേപോലെ തന്നെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ഓട്ടോണമി എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. സോ അവരായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് ഇത് ഏത് പാത്തിലൂടെ സഞ്ചരിക്കണം, അതിൻ്റെ അൽഗോരിതം എന്താവണം, ഇതെങ്ങനെ ഇതിൻ്റെ പാത്ത് പ്ലാനിങ് ചെയ്യാം. ഇതിനെ നമ്മൾ വെയർ ഹൗസിൽ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതിനെങ്ങനെ മനസ്സിലാവുന്നു അത് ഇന്ന ലൊക്കേഷനിലാണ് ഇരിക്കുന്നത്, അത് ആ മാപ്പിനകത്ത് അതെങ്ങനെ ആ മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പം നമ്മളൊരു വീട്ടിൽ ഇപ്പം നമ്മളൊരു പുതിയ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഇനീഷ്യലി നമുക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലേ, ഏത് റൂം എവിടെയാണ്, ഇതിൻ്റെ ബാത്റൂം എവിടെയാണ്, ഇതിൻ്റെ കിച്ചൺ എവിടെയാണ്. ഒരു വലിയൊരു വീടാണെന്ന് വിചാരിക്കുക, നിങ്ങൾ ആദ്യമായിട്ട് അതിനകത്ത് താമസിക്കാനായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിനകത്ത് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ അവരോട് ചോദിക്കും വാഷ്റൂം എവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും വാഷ്റൂം ഇന്ന സ്ഥലത്താണ്. അപ്പോൾ നിങ്ങൾ അതിലൂടെ പോകുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക, ആ ഒരു മാപ്പ് നിങ്ങളുടെ മൈൻഡിൽ ക്രിയേറ്റ് ആവും. അപ്പോൾ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കേണ്ടി വരില്ല, നിങ്ങൾ എന്ത് ചെയ്യും, ഓൾറെഡി നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്ത് കൂടെ ആയിരിക്കും നിങ്ങൾ പോകുന്നത്. അതേപോലെ തന്നെയാണ് ഈ റോബോട്ടിക്സിൻ്റെ കേസിലും. ഈ റോബോട്ട് ആദ്യമേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ വെയർ ഹൗസിൻ്റെ അല്ലെങ്കിൽ ഇത് ഡിപ്ലോയ് ചെയ്യപ്പെട്ടുള്ള സ്ഥലത്തിൻ്റെ ഒരു മാപ്പ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഇതിൻ്റെ ആ ഒരു മൈൻഡിലുള്ള മാപ്പ് വെച്ചിട്ടായിരിക്കും, മൈൻഡ് എന്നുള്ളതിൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഇതിനൊരു പ്രൊസസ്സർ ഉണ്ട്, ഇതിനൊരു ബ്രെയിൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള ആ ഒരു മാപ്പിലൂടെ ആയിരിക്കും പിന്നീട് ഇത് സഞ്ചരിക്കുന്നത്. പിന്നെ നിങ്ങൾ അതിനോടൊരു ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി പറയുമ്പോൾ അത് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് ഈ മാപ്പായിരിക്കും. സോ ആ മാപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അതേപോലെ തന്നെ ഇപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അതിനകത്തൊരു തടസ്സം വന്നു, ഒരു ഒബ്സ്റ്റക്കിൾ വന്നു. സോ അതിനെങ്ങനെ ടാക്കിൾ ചെയ്തിട്ട് പോവാം, അതിനകത്ത് തട്ടാതെ വേറൊരു പാത്ത് എങ്ങനെ കണ്ടുപിടിക്കാം. ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ കാക്കനാട് നിന്ന് പാലാരിവട്ടം പോവുക, കാക്കനാട് നിന്ന് പാലാരിവട്ടം പോകുന്ന സമയത്ത് നിങ്ങൾ യൂഷ്വലി പോകുന്ന റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയെന്ന് വിചാരിക്കുക, മെട്രോയുടെ പണി നടക്കുന്ന ആരും ബ്ലോക്ക് ചെയ്തിരിക്കുകയെന്ന് വിചാരിക്കുക. സോ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, വേറെ റൂട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതർ നിങ്ങൾ ആരെ ഡിപ്പെൻഡ് ചെയ്യും, ഗൂഗിൾ മാപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ആ പാത്തിലൂടെ കുറേ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഓക്കെ ഈ പാത്ത് അടച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറൊരു പാത്തുണ്ട്, ആ പാത്ത് കൂടെ എനിക്ക് പോവാം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഇതിൻ്റെ റോബോട്ടിക്സ് എഞ്ചിനീയേഴ്സും അതിൻ്റെ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സും ആയിരിക്കും. ഇനി ഇതിങ്ങനെ പോകുന്ന സമയത്ത് ആ ഒരു പാത്ത് അത്
കണ്ടുപിടിച്ചു, അതിനകത്തൂടെ പോയി, അത് കൂടെ പോകുന്ന സമയത്ത് ഒരു പാക്കേജ് നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടു. സോ അതെന്ത് ചെയ്യണം, അതൊരു പാക്കേജ് ആണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അവിടെ വീണ് കിടക്കുന്നത് ഒരു പാക്കേജ് ആണ്, ഇത് എടുത്തിട്ട് ഞാൻ ഇന്ന പൊസിഷനിലോട്ട് വെക്കണം. സോ അവിടെ ഒരു ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് ഇതിനെ പാക്കേജ് ആണെന്നുള്ളത് ഡിറ്റക്ട് ചെയ്യണം, അത് ഏത് പാക്കേജ് ആണെന്നുള്ളത് ചിലപ്പോൾ ക്ലാസിഫൈ ചെയ്യേണ്ടി വരും, എന്നിട്ട് അതിനെ പ്രോപ്പർ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവെക്കേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു AI എഞ്ചിനീയർ അതിനകത്ത് ഡിപ്ലോയ് ചെയ്തിട്ടുള്ള ഒരു അൽഗോരിതമോ സോഫ്റ്റ്വെയറോ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ടായിരിക്കും ഈ ഡിറ്റക്ഷനൊക്കെ നടക്കുന്നത്. എന്നിട്ടായിരിക്കും അതിനെ ക്ലാസിഫൈ ചെയ്തിട്ട് ഇതിനെ എങ്ങോട്ട് കൊണ്ടുപോയി വെക്കണം എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. സോ അതിനനുസരിച്ചുള്ള റിസൾട്ട് പ്രകാരമായിരിക്കും ഈ റോബോട്ടിക് എഞ്ചിനീയർ ഡിസൈൻ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്നത്, ഈ പാക്കേജിനെ എടുത്തിട്ട് ഏത് പൊസിഷനിൽ കൊണ്ടുപോയിട്ട് വെക്കണം എന്നുള്ളത് മനസ്സിലാക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റോബോട്ടിക്സ് മേഖല നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ റോബോട്ടിക് എഞ്ചിനീയേഴ്സ് മാത്രമല്ല ഉള്ളത് അല്ലേ. അതിനകത്ത് എന്ത് വരുന്നുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളും കുറേ, ഇതിനകത്ത് ഒരുപാട് വയറുകൾ, കുറേ മോട്ടേഴ്സ് ഉണ്ടാവും, അതിൻ്റെ വയറിങ്സ് നമ്മൾ ചെയ്യേണ്ടി വരും. അതിന് കുറേ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. ബിക്കോസ് ഇത് ചിലപ്പോൾ എന്താ പറയുക, ഒരു ക്ലോസ്ഡ് എൻവയോൺമെൻറ്റിലായിരിക്കില്ല ചിലപ്പോൾ ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഡസ്റ്റും റെയിനും ഒക്കെ തട്ടുന്ന ഒരു എൻവയോൺമെൻറ്റിലായിരിക്കും. സോ ഒരുപാട് സ്റ്റാൻഡേർഡ്സ് അതിന് ഫോളോ ചെയ്യേണ്ടി വരും. സോ അതൊക്കെ ചെക്ക് ചെയ്യാനും അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ, ഇലക്ട്രിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിൻ്റെ ആവശ്യം വരാം. അതിൻ്റെ എംബഡഡ് റിലേറ്റഡ് കാര്യങ്ങൾ, ലൈക്ക് അതിനകത്തുള്ള മൈക്രോ കൺട്രോളേഴ്സ്, അതിനകത്ത് എന്ത് പ്രോഗ്രാം ചെയ്യണം, അതിനകത്തുള്ള റിയൽ ടൈം ഓപ്പറേഷൻസ്, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആർട്ടോസ് ഫേംവെയറുകൾ എഴുതാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു എംബഡഡ് എഞ്ചിനീയറിന് ആവശ്യം വരാം. അവരായിരിക്കും ചിലപ്പോൾ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. മേ ബി എന്താ പറയുക, പെട്ടെന്നൊരു ഒബ്സ്റ്റക്കിൾ വരുന്ന സമയത്ത് ഇത് സ്റ്റോപ്പ് ചെയ്യണം. ഈ റോബോട്ട് ചിലപ്പോൾ പോയിട്ട് സ്റ്റോപ്പ് ചെയ്യണം, അല്ലാതെ അതിനെ പോയിട്ട് ഇടിച്ച് തെറിപ്പിക്കാനായിട്ട് പറ്റില്ല. സോ അവിടെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആ സ്റ്റോപ്പിംഗ് മെക്കാനിസത്തിനായിരിക്കും, അല്ലെങ്കിൽ ആ സ്റ്റോപ്പിംഗ് ഫംഗ്ഷനാലിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും. സോ അത് ഡിസൈഡ് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. ആൻഡ് ഈ AI കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ AI എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. സോ ഇതൊരു എന്താ പറയുക, നോട്ട് ഓൺലി ഇപ്പോൾ റോബോട്ടിക്സ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് മേഖലയിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ റോബോട്ടിക് എഞ്ചിനീയേഴ്സ് മാത്രമല്ല ഉണ്ടാവുക. അതിനകത്ത് എന്തുണ്ടാവും, ഈ പറഞ്ഞ പോലെ റോബോട്ടിക് എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, AI എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, എംബഡഡ് സിസ്റ്റം എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഒരു കളക്റ്റീവ് ഗ്രൂപ്പ് അതിനകത്ത് ഉണ്ടാവും. ഒരു ഗ്രൂപ്പ് ഓഫ് എഞ്ചിനീയേഴ്സ് ഉണ്ടാവും വർക്കിംഗ് ഓൺ ഡിഫറെൻറ്റ് ഏരിയാസ്. അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കറൻ്റ്ലി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂണിക്വൽ റോബോട്ടിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് റോബോട്ടുകളുണ്ട്. അപ്പോൾ ഈ റോബോട്ടുകളിനകത്ത് വർക്ക് ചെയ്യുന്നത് റോബോട്ടിക് എഞ്ചിനീയേഴ്സ് മാത്രമല്ല. അതിനകത്ത് മെയിൻ നമ്മൾ ചെയ്യുന്നൊരു പരിപാടി, അതിനകത്ത് കുറേ AI ആപ്ലിക്കേഷൻസിനെ ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളതാണ്. കുറേ AI അൽഗോരിതംസ് ഡിപ്ലോയ് ചെയ്തിട്ട് ഈ റോബോട്ടിനെ കൊണ്ട് ഓരോ പ്രവൃത്തി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. സോ ഈ AI അൽഗോരിതംസ് ചെയ്യുന്നതും അതിൻ്റെ സോഫ്റ്റ്വെയറുകൾ ചെയ്യുന്നതും വേറെ എഞ്ചിനീയേഴ്സാണ്. അവർ AI എഞ്ചിനീയേഴ്സാണ്. അവർക്ക് റോബോട്ടിക് ക്യാപ്പബിലിറ്റീസ് ഒക്കെ ചിലപ്പോൾ അത്രയും തന്നെ ഉണ്ടാവില്ല. റോബോട്ടിക്സിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ടുള്ള ധാരണ ഉണ്ടാവില്ല. അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആരുണ്ടാവും, റോബോട്ടിക് എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. സോ ഇങ്ങനെ ഒരു കമ്പനിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എംബഡഡ് എഞ്ചിനീയേഴ്സിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതേപോലെ തന്നെ റോബോട്ടിക്സ് എഞ്ചിനീയേഴ്സിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, AI എഞ്ചിനീയേഴ്സിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെ ഇത് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഫീൽഡുകൾ ഇൻവോൾവ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ NVIDIA പോലുള്ള കമ്പനീസ് നോക്കിക്കഴിഞ്ഞാൽ അവർ GPUs ഉണ്ടാക്കുന്നത്. അവർ മേ ബി അവരുടെ വേറൊരു വിങ്, ഇപ്പോൾ VLSIയിൽ വർക്ക് ചെയ്യുന്ന, FPGAയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീമാണെന്നുണ്ടെങ്കിൽ അവർ അതിനകത്ത് ഇപ്പോൾ റോബോട്ടിക്സിനകത്ത് ഒരുപാട് എന്താ പറയുക ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. AI ഡിപ്ലോയ്മെൻറ്റും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ VLSI എഞ്ചിനീയേഴ്സിനും ഇതിനകത്ത് എന്തുണ്ട്, ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ് ദി എൻഡ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഗോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഔട്ട്കം നമുക്ക് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ എഞ്ചിനീയേഴ്സിൻ്റെ ഒക്കെ ആവശ്യം എന്തുണ്ട്, ഇതിനകത്തുണ്ട്. ഈ എംബഡഡ് എഞ്ചിനീയർ വരണം, AI എഞ്ചിനീയർ വരണം, റോബോട്ടിക്സ് എഞ്ചിനീയർ വരണം. ഇവരെല്ലാവരും കൂടെ ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഒരു എന്താ പറയുക അൾട്ടിമേറ്റ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. സോ ഇതെല്ലാം കൂടെ നമുക്ക് പഠിച്ചെടുക്കൽ ബുദ്ധിമുട്ടാണ് അല്ലേ. അതായത് റോബോട്ടിക്സ് പഠിക്കണം, എംബഡഡ് സിസ്റ്റം പഠിക്കണം, AI പഠിക്കണം, ഇതെല്ലാം കൂടെ പഠിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്ത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇതിനകത്ത് നമ്മൾ എക്സ്പെർട്ടീസ് ബിൽഡ് ചെയ്യും. എയ്തർ നമ്മൾ ബിൽഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു എംബഡഡ് സിസ്റ്റം ഇതിനകത്തുള്ള എക്സ്പെർട്ടീസ് ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്യുന്ന റോബോട്ടിക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനകത്തുള്ള എക്സ്പെർട്ടീസ് ആയിരിക്കും, ചിലപ്പോൾ അതിൻ്റെ ഹാർഡ്വെയർ ഡെവലപ്മെൻറ്റ് പാർട്ടിലായിരിക്കും, അല്ലെങ്കിൽ എംബഡഡ് ഹാർഡ്വെയർ ഡെവലപ്മെൻറ്റ് പാർട്ടിലായിരിക്കും, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ്, അതിൻ്റെ അൽഗോരിതംസ്, ഡീപ്പ് ലേണിംഗ്, കമ്പ്യൂട്ടർ വിഷൻ, അങ്ങനെയുള്ള ടെക്നോളജിയിലായിരിക്കും ചിലപ്പോൾ നമ്മളൊരു എക്സ്പെർട്ടീസ് ബിൽഡ് ചെയ്തെടുക്കുന്നത്. സോ അങ്ങനെ എക്സ്പെർട്ടീസ് ബിൽഡ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ പ്രൊജക്റ്റിനകത്തോട്ട് വരുന്ന സമയത്ത് നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ മേഖലയിൽ ഈ ഒരു പ്രൊഡക്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണോ വേണ്ടത് അതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. സോ ഇതൊക്കെ തന്നെയാണ് ഇത് തമ്മിലുള്ള റിലേഷൻ. ഈ എല്ലാ ടെക്നോളജീസും ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വരുന്ന സമയത്ത് ഇൻ്റർകണക്റ്റഡ് ആണ്. ഇപ്പോൾ എന്തുകൊണ്ട് ടെസ്ല റോബോട്ടിക്സിനകത്തോട്ട് ഒരു കാർ ഉണ്ടാക്കുന്ന സാധനം റോബോട്ടിക്സിനകത്തോട്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് മുമ്പ് നമ്മൾ അഡാസ് എന്ന് പറയുന്ന ഒരു വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഇതിൻ്റെ എൻവയോൺമെൻറ്റ് സെൻസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സെൻസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ക്യാമറ, LiDAR, റഡാർ, അങ്ങനെ പറഞ്ഞിട്ട് കുറേ സെൻസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഓട്ടോണമസ് കാറിൽ ഉപയോഗിക്കുന്ന ഈ സെൻസറുകൾ തന്നെയാണ് നമ്മൾ റോബോട്ടിക്സിൽ വരുമ്പോൾ അവിടെ ഉപയോഗിക്കുക. വിച്ച് മീൻസ് ഇതിൻ്റെ ഫണ്ടമെൻറ്റൽസ് സെയിം ആണ്. ഓക്കെ, ഒരു കാറ് തന്നെ
ഏത് പാത്ത് കൂടെ പോകണം എന്നുള്ളത് തന്നെ ഡിസൈഡ് ചെയ്യുമ്പോൾ ആ ഒരു കാറിനെ നമ്മളൊരു റോബോട്ടിക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെയും റോബോട്ടും അത് തന്നെയാണ് ചെയ്യുന്നത് അല്ലേ. റോബോട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് കാർ റോട്ടിലൂടെ ഓടുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ റോബോട്ട് ഓടുന്നത് ചിലപ്പോൾ ഒരു ഇൻഡോർ ഏരിയയിലായിരിക്കാം അല്ലെങ്കിൽ ഒരു ഔട്ട്ഡോർ ഏരിയയിലായിരിക്കാം. പക്ഷെ അത് അവിടെ ചെയ്യുന്ന ആക്ടിവിറ്റി സെയിം. അത് തനിയെ ഡിസൈഡ് ചെയ്യണം, ഞാൻ ഈ പാത്തിലൂടെ പോകണം, ഇവിടെ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ട്, ഞാൻ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ മറിഞ്ഞു വീഴും, അല്ലെങ്കിൽ ഞാൻ ഇതിനെ പോയിട്ട് ഇടിക്കാനുള്ള സാധ്യത ഉണ്ട്. അത് തന്നെയാണ് കാറും ചെയ്യുന്നത്. എൻ്റെ മുമ്പിൽ ഒരു വണ്ടി വന്ന് നിന്നിട്ടുണ്ട്, സോ എനിക്ക് ആ പാത്തിലൂടെ പോകാൻ പറ്റില്ല. ഇതർ ഞാൻ സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ വേറൊരു പാത്ത് എടുക്കണം. അതേപോലെ തന്നെ ഈ ക്യാമറ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു സിഗ്നലിൽ ഈ കാറ് പോയി നിന്നു, ഈ സിഗ്നലിൽ കാറ് പോയി നിൽക്കുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ റെഡ് ലൈറ്റ് ഉണ്ടാവാം അല്ലെങ്കിൽ ഗ്രീൻ ലൈറ്റ് ആയിരിക്കാം. സോ അത് സെൻസ് ചെയ്യണം, ഇത് റെഡ് ലൈറ്റ് ആണോ ഇത് ഗ്രീൻ ലൈറ്റ് ആണോ. സോ ആ ക്യാമറ വിഷ്വൽസിലൂടെ അത് എന്ത് ചെയ്യും, അത് പ്രോസസ്സ് ചെയ്തെടുക്കും. ഓക്കെ, ഇപ്പോൾ ഗ്രീൻ ലൈറ്റ് ആണ്, സോ ഐ ക്യാൻ ഗോ ഫോർവേഡ്, എനിക്ക് ആ ജംഗ്ഷനിൽ നിന്ന് മുന്നോട്ട് പോവാം എന്നുള്ളത് മനസ്സിലാകും. അതേപോലെ തന്നെയാണ് റോബോട്ടിലുള്ളത്. ഇതെന്ത് ചെയ്യുന്നു, അവിടെ ഒരു ക്യാമറ ഉണ്ടാവും, ആ ക്യാമറ ഫീഡ് അത് എടുക്കും. ക്യാമറ ഫീഡ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ വിഷ്വൽ എന്താണോ തരുന്നത് അതനുസരിച്ചൊരു ഡിസിഷൻ ഇത് എടുക്കുന്നു. സോ ഇതിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആ ഒരു നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അറ്റ് എ ടൈം നടക്കുന്നുണ്ട്. ക്യാമറ എന്നുള്ള വിഷ്വൽസ് എടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, സെൻസർ എന്നുള്ള ഡാറ്റാസ് എടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ പ്രോസസ്സിങ് കപ്പാസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ GPUസിൻ്റെ ഇമ്പോർട്ടൻസും. ഇപ്പോൾ NVIDIA പോലുള്ള കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന അവരുടെ പ്രോസസ്സിംഗ് ബോർഡുകളും അവരുടെ GPUസും അല്ലെങ്കിൽ നമ്മുടെ മിനി കമ്പ്യൂട്ടേഴ്സും ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. സോ അവിടെ എന്തിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്, അങ്ങനത്തെ ചിപ്പുകളുടെ, അങ്ങനത്തെ ഗ്രാഫിക് പ്രോസസ്സിങ് യൂണിറ്റുകളുടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആര് വേണം, നമുക്ക് VLSI എഞ്ചിനീയേഴ്സ് വേണം. ഓക്കെ, അതിനകത്ത് ഒപ്റ്റിമൈസേഷൻസും കാര്യങ്ങളും അതിൻ്റെ സേഫ്റ്റി ക്രിട്ടിക്കൽ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺട്രോൾ യൂണിറ്റ് ചിലപ്പോൾ ഉണ്ടാവും. അതായിരിക്കും ഇതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ ഓക്കെ ആണോ, ഇതിൻ്റെ ബാക്കി ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഇതിൻ്റെ പവർ മാനേജ്മെൻറ്റ് ഓക്കെ ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ആ കൺട്രോളറിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, അതൊരു എംബഡഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരിക്കും. സോ ഈ ഫീൽഡിനകത്ത് എല്ലാവരും കൂടെ ഉള്ള കോൺട്രിബ്യൂഷൻ വഴിയാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഈ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ കമ്പനീസിനകത്തുള്ള ഓപ്പണിങ്സ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ മേഖലയിലുള്ള ഓപ്പണിങ്സ് ഒക്കെ ഇതിനകത്ത് ഉണ്ടാവും. റോബോട്ടിക് കമ്പനി നോക്കുകയാണെങ്കിൽ അതിനകത്ത് എംബഡഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് ഓപ്പണിംഗ് ഉണ്ടാവും, എംബഡഡ് ഹാർഡ്വെയർ എഞ്ചിനീയേഴ്സിന് ഓപ്പണിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ഓപ്പണിംഗ് ഉണ്ടാവും. സോ ഈ ഓപ്പണിങ്സ് ഒക്കെ ഇതിനകത്ത് ഉണ്ടാവും, ബിക്കോസ് ഇതെല്ലാം ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇത് തന്നെയാണ് ഇതിനകത്തുള്ള റിലേഷനും. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, ഒരു ആക്ച്വൽ റോബോട്ടിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആക്ച്വൽ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിലോട്ട് അതിനെ മാറ്റാനായിട്ട് സാധിക്കുന്നത്. സോ ഇതാണ് അതിൻ്റെ റിലേഷൻ. വേറൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.